ഗായ്സ് അടിച്ച് പൊളിക്കാണ്. അവിടെ പോയി ബീച്ചിലോട്ട് പോവാണ്. ഇനി മുതലോ പൊളിക്കുകയാണ്. ഹലോ ഗായ്സ്, എൻ്റെ തൊണ്ട കുറച്ച് സീനായിട്ടിരിക്കണം, പതുക്കെ സംസാരിക്കത്തോളെ. അപ്പം ഞാനിത് സെക്കൻഡ് പാർട്ടാണ് ന്യൂ ഇയറിന് പോയിട്ടുള്ളതിൻ്റെ. ഇപ്പോൾ റെഡിയായി ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇറങ്ങിയത്. ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 7-7:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. ആ സമയത്തേക്ക് പോയാൽ മതിയെന്ന് തോന്നി. അങ്ങനെയുള്ള സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് പരിപാടിക്ക് വേണ്ടിയിട്ട്. ഇനി ബാക്കിയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയാം. ഞങ്ങൾ ആദ്യം പോയത് കൊച്ചി കാർണിവൽ നമ്മുടെ മെയിൻ ഗ്രൗണ്ട് നടക്കുന്നിടത്തോട്ടായിരുന്നു ആദ്യം പോയത്. പക്ഷേ സർക്കാരിൻ്റെ ഗ്രൗണ്ട് അവിടെ ആയിരുന്നു പോയത്. പിന്നീടാണ് അവിടെ എല്ലാം നമ്മൾ അറിയുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് ഈ വീഡിയോക്കകത്ത് കാണുന്നത്. ആ സമയത്ത് അവന്മാർ എനിക്കാണെങ്കിൽ ഈ ഒരു സാധനം വാങ്ങി തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ ലൈറ്റ് എത്തുന്ന ഈ വെക്കുന്ന കഴിഞ്ഞ വട്ടം ഞാൻ പോയപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു ആ ഗ്രൗണ്ടിലോട്ട്. ഓർത്തില്ല, പെട്ടെന്ന് പിന്നീടാണ് ഓർത്തത്. പിന്നെ ഞങ്ങൾ അതിന് ശേഷം ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വെള്ളി ഗ്രൗണ്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മറ്റേ ബിഗ് ക്രിസ്മസ് ട്രീ ഉണ്ടല്ലോ അത് കണ്ടത്. ഞാൻ കഴിഞ്ഞ 2022 പോയ സമയത്ത് എനിക്ക് അതിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റില്ല, ക്രിസ്മസ് ട്രീ അത് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഞാൻ എന്തായാലും തീരുമാനിച്ചത് കണ്ടിട്ടേ പോത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നത്. അപ്പം ഞങ്ങൾ പോയ ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് കുറച്ച് വീഡിയോസ് അത് ഞാനത് കാണിക്കാം. ഓക്കെ, അതിനുശേഷം എൻ്റെ കുറേ തുള്ളൽ കലാവിരുതുകളായിരുന്നു. നമ്മളെല്ലാവരും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. അത്യാവശ്യം എൻജോയ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എൻജോയ് ചെയ്യും. അത് നല്ല വൃത്തിനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസ് കളിച്ച് പാട്ടും തുള്ളലും എടുക്കലും ഒക്കെ ആയിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ്, വളരെ കുറച്ച് വീഡിയോസ് കുറേയൊക്കെ ഉണ്ട്, അതിനെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല ഡാൻസിൽ കുറേയൊക്കെ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, തുള്ളി. പരിപാടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പരിപാടി കുറച്ച് ഷോക്കായിരുന്നു. 2022 പോയ സമയത്തൊക്കെ ഇതിൽ സൂപ്പറായിട്ട് എനിക്ക് തോന്നുന്നു. ജനുവരി 2 ഇതിൻ്റെ മെയിൻ പരിപാടിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ മാറ്റി വെച്ചേക്കുവാണല്ലോ. മറ്റേ നമുക്കിപ്പോൾ നമ്മുടെ മുൻ പ്രധാനമന്ത്രി മരിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പരിപാടിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ ജനുവരി 2 ഇതിൽ കുറച്ചുകൂടി മികച്ചതായിട്ട് കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഗായ്സ് അടിച്ച് പൊളിക്കുകയാണ്. അവിടെ പൊളിച്ചെന്ന് പറഞ്ഞാൽ കുറേയായിട്ട് പൊളി ആടിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻസൊക്കെ അതിൻ്റെ ഒരു പരിപാടി. പിന്നീട് അതിനുശേഷം ഞങ്ങൾ കുറച്ചിടത്തേക്ക് ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോകാൻ വിചാരിച്ചു. അപ്പം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫോർട്ട് കൊച്ചി ബീച്ചിലോട്ട് പോയി. അപ്പം ഞങ്ങൾ തന്നെ ഇവിടെ അത് കണ്ടിരിക്കണം. ഇപ്പം ഞങ്ങൾ ബീച്ചിലോട്ട് പോവാണ്. പിന്നെ അതിനുശേഷം എൻ്റെ ഫ്രണ്ട് അവൻ പോയൊരു ബ്രൗണി വാങ്ങിക്കൊണ്ട് വന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം. പക്ഷെ ഞാൻ കുറച്ചെങ്ങാണ്ട് ടേസ്റ്റ് ചെയ്തോളൂ. അതിനുശേഷം പിന്നെ സാധനം ഇത് കൈ കിട്ടിയില്ല. പിന്നെ അതിനുശേഷം നാരങ്ങ വെള്ളം. എനിക്ക് കുറേ ദാഹിച്ചിരുന്നു. അവസാനം ഒരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച്. ഞാൻ നോർമലി സോഡ ഒന്നും ഇട്ട് കുടിക്കാറില്ല അങ്ങനെ കേട്ടോ. അപ്പം നോർമലായിട്ടുള്ളൊരു നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അതിനുശേഷം ഞങ്ങൾ ബീച്ചിലോട്ട് പോയി. ബീച്ചിൽ ചെന്നിരുന്നപ്പോഴത്തേക്ക് ഒരു കാം കയറ്റി എന്ന് വെച്ചാൽ അത്രയും നേരം ഭയങ്കര എൻജോയ് ചെയ്ത് വന്നിട്ട് കുറച്ചൊരു കാം കയറ്റി കിട്ടുന്ന എനിക്ക് തോന്നി. അങ്ങനെ അതൊക്കെ ആസ്വദിച്ചിരുന്നപ്പോൾ ഞാൻ പിന്നെ അവന്മാരുടെ തെറിഞ്ഞിടാ ഒരു ഐസ്ക്രീം വാങ്ങിത്തരാം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങി. ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം ആയിരുന്നു വാങ്ങിയത്. അതിനൊക്കെ ശേഷം ഞങ്ങൾ പിന്നെ പപ്പാഞ്ഞ കത്തിക്കുന്ന സ്ഥലത്തേക്ക് പോയി.
അപ്പോൾ ഗൈസ് അങ്ങനെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പോവും റൂമിലോട്ട്. ഈ മോരുകളോ എന്റെ കൂട്ടലൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഗൈസ് നീണ്ട യാത്രക്കിടയിൽ ഞങ്ങൾ തന്റെ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ തന്നെ ഞങ്ങള് വന്നു ഞങ്ങളുടെ റൂമിലേക്ക് വന്നു തിരിച്ച്. അയ്യോ തീരങ്ങളിൽ തീർത്ഥമണി. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങള് എൻ്റെ റൂമിലേക്ക് വന്നു. ഇനിയിപ്പോ പറഞ്ഞിടാം അങ്ങനെ കുറച്ച് പരിപാടീസ് മാത്രമേ. അങ്ങനെ ഗൈസ് ഒരു നീണ്ട ഉറക്കത്തിന് ശേഷം ഞാൻ 7:40 ആയപ്പോഴത്തേക്ക് എണീച്ചു. 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ചെക്കൗട്ട് ചെയ്യണം, അതുകൊണ്ട് തന്നെ നേരത്തെ എണീച്ചത്. പിന്നെ കുറച്ച് നേരം ഞാൻ ബെഡിലൊക്കെ അത്യാവശ്യം റെസ്റ്റ് എടുത്തു. പിന്നെ വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തത്. അപ്പം അതിൻ്റെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇരുന്നു. പിന്നെ അതിന് ശേഷം ഫ്രഷായി ഇറങ്ങി. റൂമൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഓക്കെ. അവാ ഹോട്ടൽസ് നിങ്ങൾക്ക് ബോട്ട് കെട്ടി ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം സ്ട്രൈറ്റ് നടന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് കാണുന്ന ഹോട്ടലാണ് അവാ ഹോട്ടൽ. ഫോർട്ട് വെച്ച് ബോട്ട് കെട്ടി ഇറങ്ങി കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഫോർട്ട് വെച്ച് ബോട്ട് കെട്ടി ഇറങ്ങുക, സ്ട്രൈറ്റ് നടക്കുക, ഇത് തിരിയുക. ഓക്കെ, അതിനുശേഷം തിരിച്ചതാണ്ട് ബോട്ടിലേക്കുള്ള യാത്രയായിരുന്നു. തിരിച്ചും അങ്ങോട്ടും ബോട്ടിലേക്കായിരുന്നു, തിരിച്ചും ബോട്ടിലേക്കായിരുന്നു. തിരിച്ച് ബോട്ടിൽ കയറിയ സമയത്ത് എനിക്ക് സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ സീറ്റിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നു. അങ്ങനെ തിരിച്ച് ഞങ്ങൾ പോയി. അപ്പോൾ ഗൈസ് ഞാൻ തിരിച്ച് പോകുവാണ്. കുറച്ച് കാര്യങ്ങളുണ്ട് നാട്ടിൽ ചെന്നിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ മൺഡേ തിരിച്ച് വീണ്ടും കൊച്ചിയിലോട്ട് വരും. അപ്പം ഇത്രേ ഉള്ളൂ. ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ബൈ ബൈ.